നോമ്പിന്റെ പരിശുദ്ധമായ 50 ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. എന്റെയും നിന്റെയും ഒക്കെ പാപങ്ങൾക്ക് പരിഹാരമാകുവാനായി ദൈവപുത്രൻ സ്വയം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പിതാവിന്റെ ഇഷ്ടത്തിനോട് തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എനിക്കും നിനക്കും രക്ഷ നൽകുവാൻ, ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷയുടെ കേന്ദ്രമാകുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന 50 ദിനങ്ങൾ. നമ്മൾ ഓരോരുത്തരും ഈ 50 ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും ഈ നോമ്പിന്റെ വഴികളിൽ എങ്ങനെ പരിശുദ്ധനായി നന്നായി ചിന്തിച്ച് പ്രവർത്തിച്ച് പെരുമാറുവാൻ സാധിക്കും എന്നുള്ളതാണ്. ദൈവഹിതത്തിന് പൂർണ്ണമായും തന്നെ സമർപ്പിച്ച ദൈവപുത്രന്റെ ഇഷ്ടങ്ങൾക്ക് അനുരൂപപ്പെടുവാനായി നാം ഓരോരുത്തരും തയ്യാറാകുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായവനെ ഏറ്റവും അടുത്ത് അനുകരിക്കുന്ന ദിവസങ്ങൾ. ദൈവപിതാവിന്റെ ഹിതം പൂർണ്ണമായി അനുവർത്തിച്ച് സ്വന്തം ജീവൻ ബലിയായി നൽകിയ യേശുവിന്റെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേരുന്ന നാം ഓരോരുത്തരും ഈ ദിനങ്ങളിൽ ധ്യാനിക്കേണ്ടതും എന്റെ ജീവിതം എങ്ങനെ പൂർണ്ണമായും പരിശുദ്ധമാക്കാം എന്നുള്ളതാണ്. നോമ്പ് ആചരിക്കുക, ഉപവസിക്കുക എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തോട് കൂടെ വസിക്കുന്ന, ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന നല്ല സമയങ്ങളാണ് എന്ന് പറയാം. ലോകത്തിന് പരിഹാരമായി നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ധ്യാനങ്ങളും ഒക്കെ മാറ്റിവെക്കുമ്പോൾ നാം സ്വയം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉപവസിക്കുന്നവന്റെ കൂടെയായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ചിന്തകളെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നു, അത് പരിശുദ്ധമാണ്. പാപം ചെയ്യുക എന്നുള്ളത് മനുഷ്യ സാധാരണമാണ്. എന്നാൽ ആ ചെയ്ത പാപത്തിൽ നിന്നും തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് വരുന്നത് അത് ദൈവികമാണ്. പാപം ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ മനസ്താപമാണ് ഒരുവനെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുക എന്ന് പറയും. ഈ നോമ്പ് ദിനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനകളോടുകൂടെ, നമ്മുടെ ചെറിയ ത്യാഗപ്രവൃത്തികളിലോടുകൂടെ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ വാക്കും പ്രവൃത്തികളുമൊക്കെ പൂർണ്ണമായിട്ടും ദൈവതിരുസന്നിധിയിലിരുന്ന് ആത്മപരിശോധന ചെയ്തുകൊണ്ട് നന്മയിൽ വളരുവാനായി, നന്മയിൽ ജീവിക്കുവാനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.